നമസ്തേ, ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൻ്റെ ദശകം 3 ശ്ലോകം 8 നമുക്ക് ഇന്ന് നോക്കാം. പ്രഭൂതാദിവ്യാധി പ്രസവചലിതേ മാമകഹൃദി തുദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോ മാഞ്ചോ ഗളിതബഹു ഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാ പരിഭവാൻ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദവും പദച്ഛേദവും നോക്കാം. പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമക ഹൃദി ത്വദീയം തത് പ്ലസ് രൂപം പരമരസചിദ്രൂപം പ്ലസ് ഉദിയാത് ഉദഞ്ചന്ദ്രോമാഞ്ചഃ ഗളിത ബഹുഹർഷ ശ്രുനി വഹഃ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാപരിഭവാൻ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം. പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ. പ്രഭൂത ആദി വ്യാധി പ്രസഭ ചലിതേ മാമക ഹൃദി മാമക ഹൃദി പരമരസ ചിദ്രൂപം പരമ രസ ചിത് രൂപം ഉദഞ്ചദ്രോമാഞ്ചഃ ഉദഞ്ചത് രോമാഞ്ചഃ ഗളിത ബഹുഹർഷ ശ്രുനി വഹഃ ഗളിത ബഹു ഹർഷ അശ്രു നിവഹഃ ദുരുപശമ പീഡാ പരിഭവാൻ ദുരുപശമ പീഡാ പരിഭവാൻ. പദച്ഛേദവും കഴിഞ്ഞു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിൽ മനസ്സിൽ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപം തെളിയണമേ തെളിയണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമക ഹൃദി. എൻ്റെ ഗുരുവായൂരപ്പ, വളരെയേറെ മനോദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വല്ലാതെ കൈവിട്ടു പോയിരിക്കുന്ന എൻ്റെ മനസ്സ്, എനിക്ക് വളരെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ദേഹത്തിലുള്ളതായ വ്യാധി കാരണം മനസ്സിന് ആധിയാണ്. അങ്ങനെ ആധിയും വ്യാധിയും നിറഞ്ഞ എൻ്റെ മനസ്സിൽ, എൻ്റെ കൈവിട്ടുപോയ എൻ്റെ മനസ്സിൽ പരമരസ ചിദ്രൂപം തുതീയം തദ്രൂപം ഉദിയാത്. സാന്ദ്രാനന്ദാവബോധാത്മകമായ നിന്തിരുവടിയുടെ ആ ദിവ്യരൂപം, ദിവ്യവിഗ്രഹം തെളിഞ്ഞു വിളങ്ങണമേ. അങ്ങനെ ആ രൂപം തെളിഞ്ഞാലോ? ഉദജ്ജന്ത്രോമാഞ്ചഃ ഗളിത ബഹുഹർഷ ശ്രുനി വഹഃ ഉദഞ്ചദ്രോമാഞ്ചഃ ഗളിത ബഹുഹർഷ ശ്രുനി വഹഃ. കോൾമയിർ കൊണ്ടും ആനന്ദ കണ്ണീർ കൊണ്ടും, അതായത് ഭഗവാന്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിയുമ്പോൾ നമ്മുടെ ആ ഒരു രോമാഞ്ചം കൊണ്ട് നിറഞ്ഞ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീർ, ആനന്ദ കണ്ണീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടും ദുരുപശമ പീഡാ പരിഭവാൻ, അടക്കാനാവാത്ത ഈ രോഗപീഠകളെ അങ്ങനെ യഥാ വിസ്മര്യാസം ഞാൻ മറന്നു പോകണമേ. അതായത് ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയുമ്പോൾ നമ്മുടെ സകല പീഡകളും, മനസ്സിൻ്റെ ആയാലും ശരീരത്തിൻ്റെ ആയാലും സകല പീഡകളും നമ്മൾ മറന്ന് ഭഗവാന്റെ ആ ദിവ്യ രൂപത്തിൽ നമ്മൾ ലയിച്ച് നമ്മൾ ഭഗവാനിലേക്ക് ഒന്നാകുന്ന ഒരു സന്ദർഭം, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് അപ്രത്യക്ഷമാകും ഇല്ലേ? അതുപോലെ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിയുമ്പോൾ സകല ദുഃഖങ്ങളും മറന്നുപോകും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത്. ഭഗവാനുള്ള ഭക്തി വർദ്ധിച്ചാൽ സകല ആദികളും വ്യാധികളും തന്നെത്താൻ ഒഴിഞ്ഞു മാറിക്കൊള്ളും എന്നുള്ളതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് അർത്ഥമാക്കുന്നത്. ഹരേ കൃഷ്ണ.